അസ്സലാമലൈക്കും. ഫാത്തിമ മോനൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ എല്ലാവരും കാണണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബിസ്മില്ലാ. നേരം വെളുത്തുമ്പോൾ പുറത്തേക്ക് നോക്കിയതാണ് കേട്ടോ. അയൽമട്ടൊന്ന് പൊട്ടിച്ചാടിയില്ലല്ലോ എന്ന്. അങ്ങനെ അടുക്കളയിൽ കയറി അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് വെച്ചു, അരച്ചേക്കാൻ വേണ്ടിയിട്ട് നാളെ ദോശ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അടുക്കളയത്തെ പണികളൊക്കെ ചെയ്യാണ്. സ്കൂളിൽ പോകുമ്പോഴത്തേനും ചായയും കടിയും. ഇന്ന് മോര് കൂട്ടാനാണ് കേട്ടോ വെക്കണത്. മോര് കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ അപ്പത്തിലേക്കും കഴിക്കുക, ചോറിലേക്ക് കൊടുക്കുക. പിന്നെ ഇന്നലെ രസം തിളപ്പിച്ചതിൻ്റെ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അതും കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് ദോശ കഴിച്ചു കൂട്ടാ. പിന്നെ സ്കൂൾക്ക് മക്കൾക്ക് കൊണ്ടുപോകാൻ മുട്ട പൊരിച്ചതും മോര് കൂട്ടാനും പപ്പടം പൊരിച്ചതും അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ അവർക്ക് പാത്രത്തിലാക്കി കൊടുക്കണം. ഇന്ത്യയും പാത്രത്തിലാക്കണം. അടുക്കളൊക്കെ ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞ് അങ്ങനെ മക്കളുടെ ഇന്ത്യയൊക്കെ പാത്രത്തിലും കുപ്പികളിലും വെള്ളം കുപ്പിയൊക്കെ ആക്കി ഒക്കെ സെറ്റാക്കിയിട്ടോ. എന്നിട്ട് ഞാൻ എൻ്റെ പാത്രമൊക്കെ ബാഗിലേക്ക് എടുത്തൊക്കെയാണ്. മക്കളോട് അത് മക്കളെല്ലാം അവർ ടേബിളിൻ്റെ മുകളിൽ കൊടുന്ന് വെച്ചിരിക്കണു കേട്ടോ. അവരൊക്കെ അവരെ ബാഗിലേക്കൊക്കെ എടുത്ത് വെച്ചിരിക്കണു. ഇനി അവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അവരെ യൂണിഫോം മാറ്റലൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിരിക്കണു. ഇനി ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കളുടെ കൂടെ വരുന്ന കുട്ടിയാണ് കേട്ടോ, അവിടെ പുറത്ത് വന്നിരിക്കുകയാണ്. വായോ കഴിഞ്ഞില്ലേന്ന് വെച്ചിട്ട് പുറത്ത് വന്നിട്ടുണ്ട്. അവരെല്ലാം കഴിഞ്ഞിരിക്കണു. ബസ് വരാറായിട്ടില്ല. എൻ്റെ ബസ് ഞാൻ പോയതിൻ്റെ ശേഷമാണ് അവരെ ബസ് വരുള്ളൂ. അങ്ങനെ അവരോട് സലാം പറഞ്ഞ് അവരൊന്ന് പുറത്തേക്ക് പോന്നു. പിന്നെ സ്കൂളിലെത്തി, ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. മക്കളെ ചെറിയ സോങ് ഉണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ വീഡിയോ ആണിത്. പിന്നെ അങ്ങനെ ഉച്ചക്കൊക്കെ ഫ്രീ പീരീഡ് ആയിരുന്നു. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ മറ്റേ മിസ്സുമാർ ഇരുത്തി. അങ്ങനെ അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങളും ഭക്ഷണം കഴിച്ചു. പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഓരോരുത്തരും 3 ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് ചെയ്യും. ഒരാൾ അടിക്കും, ഒരാൾ തുടക്കും, പിന്നെ ഒരാൾ അടിക്കും. അങ്ങനെ വൈകുന്നേരമായി മക്കൾ പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളും ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഇന്ന് സാലറി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും നോക്കിയില്ല. ബേക്കറി കട ഞങ്ങൾ നിൽക്കുന്ന ബസ് സ്റ്റോപ്പിൻ്റെ അവിടുത്തെ കടയാണ്. ഓരോ അവിൽ മിൽക്ക് മേടിച്ച് കുടിച്ചു. സാലറിക്ക് കിട്ടിയതല്ലേ, ഇതൊക്കെ ഒരു സന്തോഷമല്ലേ അല്ലേ. അപ്പോൾ അങ്ങനെ അത് കഴിച്ചതിന് ശേഷം ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ ഒരു ഫാൻസി കട കയറിയത് കേട്ടോ. ബേബി അവളുടെ നാളെ എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ട് അത്രേ. അപ്പോൾ അവളെ ബാബിക്ക് ഡ്രസ്സിലേക്ക് എന്തോ കമ്മലെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവളുടെ കൂടെ കയറിയതാണ്. അപ്പോൾ അവിടെ കടയിൽ കയറിക്കുമ്പോൾ അതൊക്കെ ഒന്ന് കണ്ടപ്പോൾ ജസ്റ്റ് എടുത്തു എന്നുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. എന്നത്തെയും പോലെയും ജോലികളൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. ഞാൻ ഷെയ്ക്ക് കുടിച്ച് നോക്കുമ്പോൾ മക്കൾക്ക് ഓരോ ചിക്കൻ പപ്സ് മേടിച്ചു കൊടുന്നു കേട്ടോ. മക്കൾക്കും ഇക്കാക്കും വേണ്ടിയിട്ട്. തിരുമ്പിയിട്ടൊന്നുമില്ല, തിരുമ്പാളതോടെ എടുക്കുന്നുണ്ട്. ഇന്ന് തീരെ വയ്യ, ഞാൻ നാളെ തിരുമ്പാന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചിരിക്കുകയാണെങ്കിൽ വന്നിട്ട് തിരുമ്പിയിട്ടൊന്നുമില്ല. പക്ഷെ ഒന്ന് തുടച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ തുടക്കാൻ വേണ്ടി നിന്നു. തിരുമ്പിയതൊക്കെ എടുത്തു കൊടുത്തിട്ട് കേട്ടോ. ഞാൻ അതൊക്കെ മടക്കിയൊക്കെ ഉണ്ട്. അങ്ങനെ നിസ്കാരത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അരി രാവിലെ വെള്ളത്തിലിട്ടുണ്ടായില്ല, അത് ആട്ടി വെച്ചു. മക്കൾക്ക് പപ്പടം പൊരിച്ചു കൊടുത്തു ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് കുറേ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ മടക്കി വെക്കാൻ വേണ്ടി നിന്നു. കുറേ ഉണ്ടായിരുന്നു മടക്കി വെക്കാൻ. അപ്പോൾ അതൊക്കെ മടക്കി വെക്കാൻ നിന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ മക്കൾക്ക് പഠിക്കലും ഓതലും അങ്ങനത്തെ പരിപാടിയിലൊക്കെയാണ്. അതൊക്കെയാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബായ്.